മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലെത്തിയിരിക്കുന്നു. സുപ്രീം കോടതി വിധിക്കെതിരായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നിലപാട് തള്ളിയതിന് പിന്നാലെയാണ് സന്ദർശനം. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ ബില്ലുകളിലെ സമയപരിധിയുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി, അതിൽ ഗവർണർ സ്വീകരിച്ച നിലപാട് നമുക്കറിയാം. അതൊക്കെ മാറ്റി നിർത്തിയാൽ ചില പൊതുവായ വിഷയങ്ങളിൽ വളരെ നല്ല സമീപനം ഗവർണർ സ്വീകരിക്കുന്നു എന്ന പ്രശംസ ഇന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കേട്ടു. രാജ്ഭവനിലെ സന്ദർശനം, വിശദാംശങ്ങൾ സലീം. ശ്രീജിത്ത്, മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ഈ ഗവർണറുമായും രാജ്ഭവനുമായും അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഈ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഏതെങ്കിലും നിലയിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഔദ്യോഗികമായ കൂടിക്കാഴ്ചകൾക്ക് മാത്രമായിരുന്നു അവിടേക്ക് പോയിരുന്നത്. അതിന് പോലും പോകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ ഗവർണർ വന്നതിന് ശേഷം അങ്ങനെയല്ല കാര്യങ്ങൾ. വളരെ നല്ല ബന്ധം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ പുതിയ ഗവർണർ വന്നതിന് ശേഷം മാസത്തിൽ ഒരിക്കൽ രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യമുണ്ട്. ഇന്നും അതിന് സമാനമായ അത്തരത്തിലൊരു കൂടിക്കാഴ്ച, സാധാരണഗതിയിലുള്ള കൂടിക്കാഴ്ച എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. അപ്പോഴും അതിന്റെ രാഷ്ട്രീയ മാനം, സുപ്രീം കോടതി വിധിക്കെതിരായ ഗവർണറുടെ നിലപാട് തള്ളിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി അവിടേക്ക് എത്തുന്നത് എന്നുള്ളത് കൂടിയാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അത്തരത്തിൽ നിലപാട് തള്ളുകയും ബില്ലുകളുടെ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസത്തിലൊക്കെ വിമർശനം നടത്തുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇന്ന് ഗവർണറെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. മുൻ ഗവർണറെ പോലെയല്ല, ചില കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കുകയും നല്ല സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. അതിന് തൊട്ടു പിന്നാലെയുള്ള സന്ദർശനത്തിന് ആ നിലയിലുള്ള രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട്. റിജിത്ത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.